ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ വന്നിട്ടാണ്. ഒരു മുരിക്ക് മരവും ഒരു ആൽമരവും കാണുന്നുണ്ട്. ഇവിടൊക്കെ ഭയങ്കര സ്ലിപ്പറി വേണ്ട. ഇങ്ങനെ ഹാമക്ക് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ടേബിളും ഉണ്ട്, അതും കൂടി അവിടെ സെറ്റ് ചെയ്യാം. ലെമൺ ടീ വിത്ത് ഹണി. ബാക്കി ഇതാ ചിക്കൻ ചുടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ അത് ചിലന്തിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റിൽ വന്നിട്ടുള്ളത്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ പതിവ് പോലെ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഫോറസ്റ്റ് അല്ല, ഫ്രിഞ്ചില്ലേ അതിൻ്റെ ഔട്ട്സ്കേർട്ടാണ്. അപ്പോൾ അവിടെ ഇപ്പം 3 പേരുണ്ട്. ഞാനും സതീശനും ഉണ്ട്, വണ്ടിമലയില്ലേ സതീശനും ഉണ്ട്, പിന്നെ നൗഷാദും ഉണ്ട് പണിക്കാരൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ നൈറ്റിലാണ് ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ നോക്കാം, വരുന്ന വഴിക്ക് കാണാം. ഞാൻ ഇങ്ങനെ അമ്പിളി മാമനെ കണ്ടിട്ട് ഇവിടെ സ്റ്റക്കാണ്. അവർ മുന്നോട്ടേക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എങ്ങനെയുണ്ട് നടന്നിട്ട്? എങ്ങനെയുണ്ട് സതീശൻ? കന്നിക്യാമ്പ് എങ്ങനെയുണ്ട്? ഒരുപാട് നടന്നല്ലേ? ശരിക്കും എനിക്ക് ക്ഷീണുണ്ട്. അതൊന്നും നോക്കണ്ട, അതൊക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണേ. അയ്യോ, എനിക്ക് പേടിയുണ്ടെന്നുള്ള അറിയാലോ. അതൊന്നും നോക്കണ്ട. ഇനി നമുക്കേ ഹാഫ് അമ്പിളി മാമനെ കണ്ട. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. പിന്നെ കുറച്ചുകൂടി ആ സൈഡിലോട്ട് പോകാം അല്ലേ? കുറച്ചേരം ഇവിടെ ഇരിക്കാം, എന്നിട്ട് ബാക്കിയുള്ള ചിന്തിക്കാം. നിങ്ങൾ ഇങ്ങനെയാണോ ശരിക്കും? നിങ്ങൾ ഇതല്ല, ഇതിന്റെ അപ്പുറാണ്. ഇതൊന്നും ഒന്നുമല്ല. സതീശനോട് എന്നോടാ? അതെ, സതീശനോട് തന്നെ. പുറകിലെ ആൾക്കും ആളെ കാണാലോ, വന്നോളുന്നു. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് കന്നി ക്യാമ്പ്? എങ്ങനെയുണ്ട് കന്നി ക്യാമ്പ്? ഉഷാറാണ്. എന്താ വെച്ചാല് ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഉള്ളിലേക്കൊന്നും വരുന്നു വിചാരിച്ചു. പുള്ളി ഞങ്ങള് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യേ. നിങ്ങൾ തിരിച്ച് ക്യാമ്പ് ചെയ്ത് തിരിച്ചെത്തുമ്പോ കാണുമല്ലോ, അപ്പൊ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സിമ്പിളാന്നുള്ള ഒരു ധാരണയിലായിരുന്നു പുള്ളി ഇത്ര നാളുണ്ടായിരുന്നു. അതിന്റെ വേറൊരു ഷൂട്ട് ചെയ്തില്ല, അപ്പൊ ഒരുപാട് നടന്നു, കുറച്ച് ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പൊ ചോദിക്കും ഇത്രയും നടന്നിട്ട് ഇത്ര ഷൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നടക്കുന്നത് ഫുള്ള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഉണ്ടാവും നടക്കുന്നത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അത് പുറത്തുനിന്ന് കാണുമ്പോ അങ്ങനെ തോന്നും. ഇപ്പൊ ഇവന് ബോധ്യമായി. അതെ അതെ അതെ, ഇവന് ബോധ്യമായി. ഇപ്പൊ മനസ്സിലായില്ലേ? സതീശന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയാം, ആ കോട്ട്, ആ കളറ്. എന്താ പറഞ്ഞാ എത്ര ദൂരെ കാണാണ്ടായി പോയി കഴിഞ്ഞാലും ആളെ കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന പേടി എന്താ പറയുക അല്ലേ? കളർ എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം പറയണേ. നല്ല അടിപൊളി കളർ. എനിക്ക് ഇവിടെ വന്നപ്പോ ഉണ്ടായിരുന്ന പേടി എന്താ ഇതിനെ കുറിച്ചായിരുന്നു അറിയോ? ഞാൻ ഈ കളറിൽ വന്നപ്പോ ഇവരങ്ങ് രക്ഷപ്പെടും, പുലിയും കടുവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഫോക്കസ് ചെയ്യും. ആ ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇവര് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. എനിക്കാണെങ്കിൽ ദൂരെ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ എവിടെ ഉണ്ടെങ്കിലും. എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ടോ, പെട്ടെന്നൊരു സാധനവും വരൂല. അതെ അതെ. അവിടെ എന്തൊരു വൈറ്റ് കളറാണെന്ന്. വൈറ്റ് കളർ വന്നു. ഇപ്പം പോയി. പോയോ? ഞാൻ കണ്ടതന്നെ. എന്തോ ഉണ്ടായിരുന്നു അവിടെ. വൈറ്റ് കളർ എന്താ? അതൊന്നും ശ്രദ്ധിക്കണ്ട, അതൊന്നും ശ്രദ്ധിക്കരുത് കേട്ടാ. അങ്ങനെ പലതും കാണും.
പിന്നെ സതീശനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ, എന്ത് സംഭവം ഉണ്ടെങ്കിലും വെറുതെ ടോർച്ച് അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക, ഞാൻ ശരിക്കും ടോർച്ച് അടിക്കാറില്ല. ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കുക. ടോർച്ച് അടിക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ ശരിക്കും അതെ ഇങ്ങനെ അടിച്ചോണ്ടേയിരിക്കണം. എന്താ ഞങ്ങള് ടോർച്ച് സ്റ്റോക്ക് ചെയ്ത് കണ്ടപ്പോ നീ ചോദിച്ചില്ലേ ഇതെന്തിനാ ഇത്ര 3-4 ടോർച്ച്? ഇതാണ് അതിന്റെ ആവശ്യം. ഒന്നിപ്പോ ചാർജ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത് യൂസ് ചെയ്യും. പിന്നെ പവർ ബാങ്ക് എല്ലാം 4 ടോർച്ച് എടുത്ത് വെച്ചപ്പോഴേ ഇതെന്തിനാ 4 ടോർച്ച്? നല്ല നല്ല ചാർജ് നിൽക്കുന്ന വലിയ വലിയ നല്ല ടോർച്ച്. പക്ഷെ പുള്ളീന്റെ അടുത്ത് ഉണ്ട് കേട്ടോ എല്ലാ സെറ്റപ്പും. ഞങ്ങൾ ഇപ്പൊ കണ്ടത് പുള്ളി ആള് പുലിയാ. അതെ കത്തി, അടിപൊളി കത്തി. അല്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി കരുതുന്നുള്ളൂ. അതൊന്നല്ല മഴ അല്ലല്ല ഇപ്പൊ മനസ്സിലായില്ല, സംഭവം മനസ്സിലായില്ലേ, എത്ര ഹാർഡാന്നുള്ളത് മനസ്സിലായില്ല. ബാഗില് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. വാള്, ഓ വലിയ വാള്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒന്നും വിചാരിക്കണ്ട, ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ കയ്യിൽ കരുതിയത് കുറവാണ്. അല്ല ഇത് വേണം, അതൊക്കെ വേണം. അഥവാ കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാൽ ഞങ്ങള് 2 ദിവസത്തെ പ്ലാനിൽ വന്നല്ലേ, അപ്പൊ എന്തെങ്കിലും മുറിക്കാനോ പിടിക്കാനൊക്കെ ഉണ്ടാവും. നല്ലൊരു പാക്കറ്റ് ബ്രെഡ് എന്തായാലും എക്സ്ട്രാ കരുതി. അത് കുഴപ്പമില്ല, കാര്യമൊന്നും നീ നോക്കണ്ട, അതൊക്കെ എല്ലാം ഞാൻ സെറ്റ് ആക്കി തരും. വെള്ളം 2 ബോട്ടിലാണ്. വെള്ളം ഇവിടെ അരുവിയുണ്ടല്ലോ. എന്നാലും ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞാൽ മതിയോ? പോണ്ടേ? കുറച്ചേരം ഇവിടെ ഇരിക്കാം അല്ലേ? കുറച്ച് ഇവിടെ തന്നെ സ്റ്റേ ചെയ്താലോടാ. ഞാൻ വിചാരിച്ചു നേരത്തെ കണ്ട വെള്ള സാധനം പിന്നെയും കണ്ടു, പേടിച്ചു പോയി. വേറെ കാര്യമുണ്ട്, അതിന്റെ അടിയില് വലിയ ഗുഹ പോലെയാണ്. അവിടെ ഇവിടെ ഒന്നും ശരിക്കും ക്യാമ്പ് ചെയ്യരുത്. അവിടെ എവിടെ ഗുഹയുള്ള? ഗുഹ എടാ അതിന്റെ അടിയിൽ വലിയ ഇതുണ്ട്. അപ്പൊ ചിലപ്പോ മാളത്തിൽ ഇരിക്കുന്ന ജന്തുക്കൾ അങ്ങനെയൊന്നും നീ നോക്കണ്ട, വന്നാലും ഒന്നും നീ പേടിക്കണ്ട. അവര് വരുന്ന സമയത്ത് അവരുടെ അങ്ങനെ ഒന്നും നീ ചിന്തിക്കണ്ട. നീ ഫുൾ ഫ്രീ ആയിട്ട് നടക്കാം, ഫ്രീ ആയിട്ട് ഒന്നും നോക്കണ്ട. നടന്നാൽ മതി, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. ബാക്കി ശ്രദ്ധിച്ച കാര്യം എന്താ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കണോന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പൊ ഇരുന്നോടത്തിൽ തന്നെ അവിടെ തന്നെ പോയിട്ട് ഇവിടെ ഇരുന്നിട്ട് ടെന്റ് വെക്കാനും കുഴപ്പമില്ല, അതിന്റെ ഉള്ളിൽ തന്നെ പോയിട്ട് ആ ഗുഹയിൽ പോയിട്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3 പേര് ഇരിക്കുന്നില്ലേ, ഇത് തന്നെ ഡേഞ്ചറാണ്. എന്താ ഞങ്ങൾ 3 പേരും ഇങ്ങോട്ടേക്ക് ഫോഴ്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ പോസ് ചെയ്ത് ഇരിക്കുന്നത് തന്നെ ഡേഞ്ചറാണ്. ബാക്കി എന്തേ വന്നാൽ നമുക്ക് അറിയില്ല, ഇങ്ങനെ വന്നാൽ അറിയില്ല. അതെ അതെ. അപ്പൊ ഇതൊരു റെക്കോർഡ് ചെയ്യുന്ന വരെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ടായിരിക്കാം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോയാലോ? ഉള്ളിലോട്ട് രാവിലെ ഉള്ളിലോട്ട്. ഇവിടെ കുറച്ചൊരു നല്ല സ്ഥലം അല്ലേ? ഇത് ഇന്നിപ്പോ നടന്നിട്ട് അതിന്റെ ഉള്ളിലേക്കാണ് എത്തും, കുഴപ്പമില്ല, നല്ല സ്ഥലം. എത്തണം വിചാരിച്ചാൽ നമ്മൾ എത്തും. സതീശ ഇത് പണിക്കാരനാണ്, ദൂരം കുറച്ച് നടന്നു പോകാൻ. ഇനി എനിക്ക് വയ്യ നടക്കാൻ. അല്ല അതൊക്കെ എത്തും, പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ ഒരു നിരപ്പ് സ്ഥലം ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഒരു പണി ചെയ്യാം, നമ്മളൊന്ന് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, ഇവിടെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാല് ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധ മൊത്തം ക്യാമറയിലുണ്ട്, ചുറ്റുപാടുള്ള ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ഇവിടെ ക്യാമ്പ് ചെയ്യണോ അല്ലെ ഇവിടുന്ന് നീങ്ങണോ എന്നുള്ള. ഓക്കെ, അപ്പൊ അതുവരെയൊക്കെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് ഒന്ന് ആലോചിക്കാം നമുക്ക്. ഓക്കെ, ആലോചിച്ചിട്ട് തീരുമാനം. ഓക്കെ. ഞാനേ ഒരു നീരരുവിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മുരിക്ക് മരവും ഒരു ആൽമരവും കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് ആകെ ഹാമക്ക ഉള്ളൂ, ഞാൻ മറ്റേ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ടെൻ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സതീശനെയും കൂട്ടി ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ 2 ദിവസത്തെ പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഹാമക്ക് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവരവിടെ ടെൻ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാഗ് അവിടെയുള്ള. ഇപ്പോൾ ഞാൻ ഈ സ്ഥലം ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ബാഗ് എടുത്ത് വന്നിട്ട് ഒന്ന് ഹാമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. വളരെ ലേറ്റായി, നല്ല തണുപ്പുണ്ട് കേട്ടോ, വായിന്നൊക്കെ പോകയാവോന്ന്. അപ്പോൾ ശരി, ഞാൻ ബാഗ് എടുത്തിട്ട് വരട്ടെ. ഇവിടൊക്കെ ഭയങ്കര സ്ലിപ്പറി വേണ്ട. എന്തായി? ആ എവിടെ? ഇവിടെയാ? ആ പിന്നെ വെളുപ്പിന് ഇവിടുന്ന് വിട്ടാ പോരെ? വെളുപ്പിന് നോക്കാം. എന്തായാലും ഇപ്പത്തെ കാര്യം ഒന്ന് പ്ലാൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും നല്ല ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് പോയാൽ വെറും കാട്ട് കിടക്കാം. അതെ അതെ അതെ, അത് ശരിയാ. ഇവിടെ സ്റ്റേ ചെയ്യാം. ഞാൻ ഈ ആൽമരത്തിൽ തന്നെ കെട്ടല്ലേ? കെട്ടാനുള്ള സെറ്റപ്പ് ആണോ? അതാ അവിടെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ടെന്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് വിറക് ശേഖരിക്കട്ടെ. അതെ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ വിളിക്കാം. കുറച്ച് വിറക് എടുത്താലോ? ഓക്കെ.
ഞാൻ തന്നെ ചാർജ് കുറച്ച് കുറവാണ്. ഓക്കെ, എന്നാ പിന്നെ എനിക്കൊരടി റെഡി. ആ റൈറ്റ്, റെഡി. അടി എനിക്ക് എന്താ വെച്ചാല് ഈ ടോർച്ച് പോരാ. ഓക്കെ, ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ട് അവിടെ വെക്കട്ടെ. അപ്പോൾ നിങ്ങളെവിടെ പോന്ന്? വിറകെടുക്കാൻ പോവാ? ആ, അപ്പോൾ നോക്കട്ടെ, ഞാൻ അവിടെ ഹാമക്ക് സെറ്റ് ആക്കട്ടെ. അപ്പം ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിഗ്നൽ തരും, അപ്പം വരണം കേട്ടോ ഓടിയിട്ട്. ലൈറ്റൊന്ന് പുറത്തെടുത്ത് വെക്കട്ടെ. അങ്ങനെ ഹാമക്ക് സെറ്റായിട്ടുണ്ട്. കുറച്ചൊരു ഹൈറ്റ് കൂടിപ്പോയെന്ന് സംശയം, പക്ഷെ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ഹൈറ്റ് വേണം, അല്ലെങ്കിലേ ഈ താഴിൽ മൊത്തം അരുവി ഒഴുകുകയാണ്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് താണുപോകാൻ പാടില്ല. അതുമാത്രമല്ല, എന്തെങ്കിലും ഏജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണമല്ലോ. കുറച്ച് ഹൈറ്റ് വേണം. ഓക്കെയാണ്. ഇത് മേലെ കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ഹാമക്ക് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തളർന്നുപോയി. ഇതിൻ്റെ അടിയിലൂടെ അരുവി ഒഴുകുകയാണ്. എൻ്റെ പിന്നിൽ നല്ല അരുവിയാണ്. ഇത് കണ്ട, ഇതിലേ ഒഴുകി പോവാണ്. അപ്പോൾ വെള്ളത്തിനൊരു ക്ഷാമവും ഇല്ല, നല്ല വെള്ളമുണ്ട്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ബാഗൊക്കെ നനയ, പിന്നിലൊക്കെ വെള്ളമുണ്ടേ. ഇത് കണ്ട. അപ്പോൾ അവർ അവിടെ ഉണ്ട്, അവിടെ വിറകെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കേണ്ട പരിപാടിയാണ്. അറിയില്ല, നോക്കണം എന്താണെന്ന്. ഞാനിപ്പോൾ ഹാമൊക്കെ കെട്ടുന്ന നേരത്തെ ശ്രദ്ധിച്ചില്ല. പിന്നെ അപ്പോൾ ഹാമൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി പിന്നെ അവരൊന്ന് കണ്ടിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയിട്ടേ അതും കൂടി ഒന്ന് നോക്കാം. ലൈറ്റ് ഒരു മരത്തിൽ തൂക്കിയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആൽമരാണ് കേട്ടോ. ഇതേണ്ട, ഇതൊരു ആൽമരാണ്. രക്ഷ്യ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അവരവിടെ ഇരുന്നോട്ടെ, ഞങ്ങളെ കാര്യം നോക്കിയാൽ പോരെ അല്ലേ. അപ്പോൾ ഒരു ചായയൊക്കെ കാച്ചി കുടിക്കണം എന്നുണ്ട്. ഫുഡും കഴിക്കണം. ഫുഡ് പിന്നെ ഞങ്ങൾ വരുമ്പോൾ
ഒരു ചിക്കൻ്റെ ലെഗ് പീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഗ്രില്ല് ചെയ്ത് കഴിക്കണം. അപ്പം പിന്നെ ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കട്ടെ. നമുക്ക് അവിടെ സെറ്റായി. ഇനി കിടക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മഴ പെയ്താൽ മാത്രമേ ടെൻഷനുള്ളൂ. മഴ പെയ്യില്ലെന്ന് വിചാരിക്കുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ടെൻറ്റിൽ എവിടെയും കയറി കിടക്കാം. ഓക്കെ, അപ്പോൾ ശരി, എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഈ ബാഗ് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. ഇവിടെ ഒരു സ്റ്റൂള് ഇട്ട് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരിക്കാം. ഒരു ടേബിളും ഉണ്ട്, അതും കൂടി അവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ടേബിളും കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായയും ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. അവരെന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന ചിക്കനുണ്ട്, എന്തായാലും ചുടേണ്ടതാണ്. പക്ഷേ എന്തെങ്കിലും ഇൻഡിവിജ്വലായി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരവിടുന്ന് കുറച്ച് അങ്ങോട്ട് ദൂരെയാണ് ഉള്ളത്. ആദ്യം ഇതിൽ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കാം. ഹണിയും ലെമൺ ടീ ബാഗാണ് കേട്ടോ. ഓ, ടയർഡായി. ഒരു ചായ കുടിക്കട്ടെ. ലെമൺ ടീ വിത്ത് ഹണി. ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നല്ലേ. അതെ വാ. പിന്നെ നീ വെള്ളത്തിൻ്റെ നീരരുവിൻ്റെ ശബ്ദം കേട്ടിട്ട് എന്താ സുഖം. അതേപോലെ പേടി വന്നിട്ടുണ്ട്. മൊത്തം വന്യത. അവർ പിന്നിൽ ടെൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് ഒരു 50 മീറ്റർ ദൂരം. അപ്പോൾ പിന്നിൽ നിന്ന് അങ്ങനെ എന്താ പറയുക കുഴപ്പങ്ങളൊന്നും തോന്നേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ അവർ പിന്നിലുണ്ടല്ലോ, സേഫ്റ്റിയാണ്. മുന്നിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേ ഉള്ളൂ ഇപ്പോൾ വിഷയം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഹാമൊക്കെ കയറി കിടക്കണം. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരെ ക്യാമ്പിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ചുട്ട് കഴിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന്
ഞാനായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കഴിക്കണ്ട, അതുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ല അവരുടെ കൂടെ തന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഈ നീരരുവിൽ നിന്ന് തന്നെയാണ് വെള്ളം എടുത്തത്. എൻ്റെ കയ്യിലുള്ള വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചായ കുടിക്കട്ടെ. എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മരം ചുള്ളി പൊട്ടിക്കുന്ന ശബ്ദം പോലെ. അവരൊന്ന് പോയി നോക്കട്ടെ, അവർ എന്തായി എന്നുള്ളത് നോക്കണ്ടേ. ഞാൻ കുറേ നേരമായി ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അവർ മേലെയുള്ള ഇതിൻ്റെ മേലെ തന്നെയുള്ള സ്ഥലം. ഇവിടുന്ന് അവർ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കാം, ഇവിടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പറയൂ, എന്തൊക്കെ വിശേഷം? ആ അതെ, ഒരാൾ ഓരോ പണിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം എളുപ്പമാവും. ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തേ ആ പിന്നെ സമയം എത്ര ഉണ്ടാവും എന്നുള്ളത് ഞാൻ ചിന്തിക്കുക. അതെ, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഈ തീ കത്തിക്കലും ടെൻറ്റിടലും മാത്രമല്ലല്ലോ, ഭയങ്കര അതിൻ്റെ കൂടെ ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യണ്ടേ. ക്യാമറകൾ പിന്നെ അതുപോലെ ക്ഷമ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ അവിടെ പോയി ആംഗിൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരികയാണ്. അപ്പോൾ അതേപോലെ പല ആംഗിളായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വന്യജീവികൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഒറ്റക്കാണ്, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കണം. ഫുഡ് സൗണ്ട് കേട്ടു. അതെ, സൗണ്ടൊക്കെ ഞങ്ങളിപ്പോൾ ഇഗ്നോർ ചെയ്യാണ്. എന്നോട് പറഞ്ഞില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ഞാനങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ നിന്നോട് പറയായിരുന്നു പറഞ്ഞു. ഞാൻ പോയി ചിക്കൻ കഴിക്കട്ടെ. സതീശൻ്റെ കൂടെ വരുന്നോ? ആ അരുവിയിലാ? അപ്പോൾ ഞാനിവിടെ കാവലിരിക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ പോയിട്ട് ചിക്കൻ കഴിച്ചിട്ട് വന്നോ, ഞാനിവിടെ ഇരിക്കാം. തീ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ. നല്ല വെള്ളം കേട്ടോ അവിടെ. ആ വന്നോ? കത്തിയിട്ടുണ്ട്, പക്ഷെ ഇത് കനലാണ്ട്, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാറ്റിയാൽ മതി അല്ലേ? ചിക്കന് മസാല ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല സെറ്റായി വെച്ചിട്ടുണ്ട് കണ്ട. ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കണം. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. അവർ ചിക്കന് അവൻ്റെ കൈയൊന്ന് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ക്യാമറ ആംഗിൾ ഇങ്ങനെ മാറ്റി വെക്കണം. അപ്പോൾ കൈ കഴുകിയാലേ ക്യാമറ മൂപ്പർക്ക് മാറ്റി വെക്കാൻ പറ്റും. അവരവരുടെ ക്യാമറ അവരവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ പോയി ഹെൽപ്പ് ചെയ്യുന്നില്ല, അവർ പോയി എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി. പിന്നെ സതീശനെ കൂട്ടിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവനെ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങളിപ്പം, നിങ്ങൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെ കൂടെ മൂന്നാമതൊരാളുണ്ടെന്ന്. മൂന്നാമതൊരാളെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾ താല്പര്യപ്പെട്ടിരിക്കുക, പക്ഷെ ആരും വരുന്നില്ല. ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരും താല്പര്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് സതീശനൊന്ന് ഫീൽ ചെയ്തോട്ടെ എന്ന് വെച്ചാണ് സതീശനെ ഇപ്രാവശ്യം കൂട്ടിയത്. അപ്പോൾ സതീശൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലത്, പുള്ളിക്കും നല്ലത്, ഞങ്ങൾക്കും നല്ലത്. മൂന്നാമതൊരാൾ നിന്ന് കഴിഞ്ഞാൽ അവർ ഹാൻഡിൽ ചെയ്യുമല്ലോ ക്യാമറയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയാണ്. പിന്നെ ബാക്കി ഇതാ ചിക്കൻ ചുടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചിക്കൻ ചുടണം. അവിടെ നിന്ന് വരുന്നുണ്ട് കൈ കഴുകിയിട്ട്. ഓക്കെ, കഴിയാ? നമ്മള് ഗ്രില്ല് എന്തായാലും കഴുകി സെറ്റായി. കനല ഈ കമ്പൊക്കെ എടുത്ത് മാറ്റിട്ടേ എടുക്കല്ലേ, ഒരു ലൈറ്റ് കൊണ്ട് ഞാൻ ഇത് വെക്കട്ടെ. അല്ല, ഇത് കുറച്ച് പൊക്കി വെക്കണം കേട്ടോ, ഡയറക്റ്റ് ഇതിൽ വെക്കല്ലേ.
അത് കരിഞ്ഞു പോകും. അല്ല അതിന് എങ്ങനെ വെക്കുക? മറ്റേ ഹാമർ ഇട്ടിട്ട് അടിച്ചാൽ മതിയോ? കമ്പോ? ആ, വേണ്ട, ഒരു കാര്യം 4 കമ്പ്. അതിനുള്ള കനലുണ്ടാവില്ല. ഇത് നമുക്ക് ഈ കമ്പിന്റെ മേളിൽ തന്നെ വെക്കാം. 2 കല്ല് പെറുക്കിട്ട് വരണോ? ആ, നല്ല 2 കല്ല് വെക്കാം. അതാ നല്ല. 2 അല്ല 4 കല്ല് വേണ്ട. കല്ലെടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്, ഇതൊന്ന് ഞാൻ നോക്കട്ടെ അവിടെ എവിടെയും കല്ലുണ്ടോ. ഓരോ കല്ലുണ്ടോ? എനിക്ക് നിന്റെ ടെന്റ് അടിച്ചു കൊടുത്താണെങ്കിൽ താഴെ പോണ്ട്. അല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഈ വെള്ളം ഒഴിക്കേണ്ട സ്ഥലമില്ലേ, ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഞാനേ ഇവിടെ എവിടെയെങ്കിലും കല്ല്, കരിങ്കല്ല് പോലത്തെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതാ ഇതിലുണ്ടല്ലോ, ഇതാ ഇതൊന്നും എടുത്തോ. ഇങ്ങോട്ട് തന്നെ എടുത്തു. എവിടെ? ഈ വെള്ളത്തിലാ? ആ വെള്ളത്തിലില്ല. ഇത് നല്ല ആയുണ്ടല്ലോ. ഓഹോ, നല്ല വെള്ളം തോന്നുന്നു. നോക്കാം എന്തായാലും അവിടെ തിരിച്ച് ചിക്കൻ്റെ പരിപാടി നോക്കട്ടെ. ഇത്രയും നേരം കത്തിച്ചൊന്നും പോരെ. അത് മതിയോ? 2 കല്ല് മതിയോ? പുകയായിരിക്കാനേ ആ 2 കല്ല് മതിയോ? പോഞ്ഞോട്ടെ, കുഴപ്പമില്ലേ? കുഴപ്പമില്ല. പുകച്ചൂരടിക്കില്ല. അതൊക്കെ ഇങ്ങനെയാണ് സതീഷ. കാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തിന്നണ മാതിരി തിന്നാൻ തിന്നാൻ പറ്റില്ല. അത് ശരിയാണ്. നമ്മള് വീട്ടിലല്ലല്ലോ, കാട്ടിലല്ലേ. നാളെ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന്. നിനക്ക് ഇപ്പൊ ഇത് മനസ്സിലാവണില്ല. നമ്മൾ അത്രയും ഭീകരമായ കാട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അറിയോ നിനക്ക്? ഇപ്പൊ നിനക്ക് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. നാളെ രാവിലെ നോക്കിക്കോ. ഈ എന്നെ കൊണ്ടുവന്ന ആ വഴിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എവിടേക്ക് എത്തിയത്, എവിടെ എത്താൻ പോകുന്നത്. ഈ രാത്രിയിൽ അല്ല, ഇനിയിപ്പോ രാത്രി നമ്മൾ നടന്നിട്ട് പ്രാന്തോ നടന്നിട്ട് ഇനി വല്ല സ്ഥലം കാണാനൊന്നും മനസ്സിലാ. പറയാൻ പറ്റില്ല. അല്ല, പുള്ളിക്ക് ആൾക്കാർ നടന്നു. ആൾക്കാർ നടന്നു പോകുമ്പോ കൂടെ വിളിച്ചെങ്കിൽ ഞാൻ വരില്ല. എനിക്കിവിടെ ഒറ്റയ്ക്ക് എടുക്കാനാവില്ല. ഞാൻ പോകൂലെന്ന്. നീ പോരും പറഞ്ഞെന്തറിയോ? എന്ത് എന്നോട് പറഞ്ഞു ഇന്റെ കൂടെ വിളിച്ചാ ഇവൻ വരൂലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകൂലെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു മാഹിക്കാരൻ പോകുന്നു. ഞാൻ പറഞ്ഞു ആ മാഹിക്കാരൻ പോകുമ്പോ, അല്ല മാഹിക്കാരൻ അവിടെ ഇവിടെയും പോകുന്ന. എവിടെ പോകുന്നു? കാണാനേ. ശരി. ഈ രാത്രി മാഹിക്കാരൻ അല്ല വിളിച്ചാ ഞാൻ പോകൂല, നീ പോകരുത്. ഞാനിവിടെ എടുക്കാൻ പറ്റുമോ? ഒന്നാം നടന്ന് കുഴങ്ങി, ഇനി നടക്കാൻ നിനക്ക് പേടിയാവുന്നില്ല? പേടിയെന്ന് വെച്ചാല് ഞാൻ കിടന്നൊന്നും ഉറങ്ങൂല. എന്നുവെച്ചാല് രാത്രി അപ്പൊ ഞാനോ? ഞാൻ അവിടെ ഹാമക്ക് ഒറ്റക്ക് ഇട്ടിട്ടാ കിടക്കാൻ പോവാ. ഉറങ്ങിയ ഇങ്ങനെ കാട്ടുവാസികളിൽ പെട്ടല്ലേ. ഞാൻ അങ്ങനെ അല്ലല്ലോ, എനിക്കിതൊക്കെ പരിചിതമാവുന്നല്ലോ. പക്ഷേ ഞങ്ങള് ചെയ്യുന്ന റിസ്ക് ആണ് കേട്ടാ. ഒരിക്കലും അനുകരിക്കാൻ നിക്കരുതേ. നിങ്ങൾ ചെയ്യുന്നത് അതാ പറഞ്ഞത്. മൂത്രയിക്കാൻ പുറത്തിറങ്ങാൻ പറ്റില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഞാൻ ഒരിക്കലും അനുകരിക്കൂല കേട്ടോ. അതാ മഴയുടെ മഴ പെയ്തു. ഞാൻ എന്റെ ബാഗൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിന്റെ മേലെ നമുക്ക് ഇതൊക്കെയാണ് ക്യാമ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആകെ കൂടി ചിക്കനൊക്കെ എന്താവും എന്നുള്ളത് കണ്ടറിയാം. ബാക്കി പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, പ്രശ്നമില്ല. ഞാനേ അതൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട്. ഹാമക്ക് ബാഗ് അതിൽ ഷീറ്റ് മേലെ പൊത്തി വെച്ച്. ഇനിയിപ്പോ ഇവിടെ ഷീറ്റൊന്നുമില്ല, ഇത് കവർ ചെയ്യാൻ. ഇത് മതിയോ? ആ ഓ കമ്പെടുക്കാം. ഒരു ഭാഗത്ത് മഴ, ഒരു ഭാഗത്ത് ചിക്കൻ ചുട്ടോണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവസ്ഥ, മനസ്സിലായില്ലേ? ഇവിടെ മരമുള്ളതുകൊണ്ടാണ് അങ്ങനെ മഴ ഇവിടെ പെയ്യാത്തത്. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അണഞ്ഞു പോയെന്നെ.
ഇന്നത്തെ ഫുഡിന്റെ കാര്യം ഗോവിന്ദായപ്പായിരുന്നു. കോട്ട് ഊരിയിട്ട് കയറിയാ മതി. കിടക്കുമ്പോ അവിടെ വെള്ളമില്ലടാ. കോട്ടിന് ഫുള്ള് വെള്ളം. ഇപ്പൊ ഞാനെങ്ങനെ കിടക്കണമെന്നറിയോ? ഹാമക്കിന്റെ മേലെ ഷീറ്റ് വിരിച്ചിട്ട്. ഞാനത് ഇതിനോട് ചോദിച്ചു. ആ ഷീറ്റ് പിരിച്ചു വെച്ചിട്ടുണ്ട്. പോയി അപ്പോഴേ അത് സെറ്റാക്കിയിട്ട് പോന്നു. ഞാൻ ചോദിച്ചു എന്താ എങ്ങനെയാ യാമത്തിന്റെ മേലെ എങ്ങനെയാ അല്ല, അത് ആക്ച്വലി രാവിലെ ആയിരുന്നെങ്കിൽ മേലെ ഷീറ്റൊക്കെ കെട്ടി സെറ്റാക്കുമായിരുന്നു. ഇപ്പൊ രാത്രിയല്ലേ എത്തിപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. കിടക്കാൻ പറ്റിയിട്ടില്ല ഈ ടണ്ടി കയറി ഇരിക്കും. അല്ലെ ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് അവിടെ ഇരിക്കും. നമുക്ക് 3 ആൾക്ക് ഇവിടെ കിടക്കാം. നോക്കാം. മഴ നിൽക്കും തോന്നുന്നുണ്ട്. ഇത് അത്ര സ്ട്രോങ് മഴയല്ല. ഒന്ന് വീശി വെക്കണം. തിരിച്ചു വെച്ചത് ആ തിരിച്ചു വെച്ചു. വീശ അല്ലെങ്കിൽ ആ കനല് പോകും. കൊണ്ടുപോയാൽ വീശ. മഴയത്തൊരു തിരിച്ച് എന്തായി ആവണ്ടോ? അത് കരിഞ്ഞ മതി ഉണ്ടല്ലോ. നോക്കിയാ വെന്തിട്ടില്ല. അത് തീ കത്തിയതാണ്. ഇതൊക്കെ കൂളായി എടുക്കണം. ആ നിങ്ങൾക്കൊരു അനുഭവമാണ്. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയല്ലോ. പലരും ഈ ഒരു ഇതിലേക്ക് ഫീലിംഗ് മനസ്സിലാവില്ല അല്ലേ? ഫീലിംഗ് മനസ്സിലാവില്ല. അതൊക്കെ ആഗ്രഹം ഉണ്ടാവും വന്നു ചേരാനൊക്കെ. ഇതും ഒരു പുതിയ അനുഭവമാണ്. കൊണ്ടാ ഒരു പീസ് ഉണ്ടോ? നടത്തോ. മൂന്ന് എന്റെ സോളോ ആയിട്ട് ഈ സൈഡ് കിടക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരും എവിടെയും കിടക്കുന്നുണ്ട്. ഇത് പറ്റിയിരിക്ക. ശരിക്കും ഇങ്ങനെ പാതി വേവിലാണ് നല്ലത്. ചിക്കനെ പെട്ടെന്ന് വേവല്ലോ. പ്രശ്നമില്ല. ആ ഉപ്പ് കൂടിയത് നന്നായി. മസാല കറക്റ്റ് പിടിച്ചില്ലേ? അപ്പൊ എന്തായാലും നമ്മൾ പെരും മഴയത്ത് വന്ന് ചിക്കൻ ചുട്ടിണ്ട് കേട്ടോ. നമ്മുടെ സതീഷിനെ കൂട്ടിയിട്ട്. ഇവിടെ മഴ പെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയാം. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് മേലെ. ഉണ്ടാ എന്താണ് ബന്നോ? അതെ. എനിക്ക് വേണ്ട. ഞാൻ രാവിലെ കഴിച്ചതാ. കഴിച്ചടാ. ഞാൻ മാത്രം കഴിച്ചു പറഞ്ഞറിയാം. വിശക്കൊന്നുമില്ല. ഇത് ചുമ്മാ ഒരു വൈബിന് കഴിക്കണല്ലോടാ. ഗ്രില്ലാസ് എടുക്കടാ. എല്ലാം കഴിച്ചു കഴിഞ്ഞാ? ഞാൻ മഴയത്ത് എങ്ങനെയാ ഓടി എങ്ങനെയാ വാഷ് ചെയ്ത് വന്ന് ഒന്നും അറിയില്ല. കാലിലൊക്കെ എന്താ കടിക്കണ്ട? അട്ട ഉണ്ടോന്നൊരു സംശയം ഉണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കേറാൻ സാധ്യതയുണ്ട് കേട്ടോ അട്ട. ഞാനേ കൈ കഴിച്ചു കേട്ടോ. കൈ കഴിച്ചിട്ടില്ല. അട്ട ഷൂളിലേക്ക് ഇല്ല. കയറിയുണ്ടോ? കുപ്പിയിൽ വെള്ളം തരുന്നുണ്ടോ? അപ്പൊ ഞാനേ എൻ്റെ ഹാമക്കിന്റെ ഭാഗത്തേക്ക് നടക്കട്ടെ. എനിക്ക് അവിടെയാണല്ലോ കിടക്കേണ്ടത്. അപ്പൊ അവിടെയൊക്കെ പോയി കിടന്നിട്ടേ കിടക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. അതെ അതെ. വേണ്ട, ഞാൻ അവിടെ പോയി സെറ്റ് ആയിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പ്രശ്നമില്ല. ഞാനേ എൻ്റെ ഹാമക്കിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അയ്യോ, മഴ പെയ്തിട്ട് മൊത്തം നനഞ്ഞു കിടക്കുക. ഇതാ കിടക്കുകയാണ് ഹാമക്ക്. വെള്ളം ഒഴുക്കൊന്നും കൂടിയിട്ടില്ല. വെള്ളം ഒഴുക്കൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ ഈ ഷീറ്റ്, ടാർപോളിൻ ഷീറ്റ് പെട്ടെന്ന് മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, മഴ കൊള്ളാതെ രക്ഷപ്പെട്ടു. എന്താ ഇതിൻ്റെ മേലെ അത് ചിലന്തിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താ പോയോ? പോയി. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ആദ്യം ക്യാമറ ആംഗിളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നാലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. എൻ്റെ പാത്രങ്ങളൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. സ്റ്റൂൾ ഇവിടെ ഉണ്ട്, പാത്രങ്ങൾ ഇവിടെ ഉണ്ട്.
വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ആദ്യം ക്യാമറ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് വേണം നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ ഇതാണ് സ്ഥിതി കേട്ടോ. ടാർപോളിൻ ഷീറ്റ് കെട്ടിയോണ്ട് നമുക്ക് നനയാതെ രക്ഷപ്പെട്ടു. ബാക്കി ടേബിളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വിഷയമല്ല. കണ്ടാ, ഇതൊക്കെയാണ് പാട്. ഇപ്പോൾ ഹാമക്ക് കെട്ടിയിട്ടും കാര്യമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതൊന്ന് ജസ്റ്റ് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ കൊള്ളില്ല, അത് സേഫാണ്. എന്നാലും ചെറുതായിട്ടൊന്ന് നനയും. എന്തായാലും ബാക്കിയുള്ള ഒന്നും കൂടി സെറ്റ് ചെയ്യട്ടെ. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. ബാഗ് ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കയറി കിടക്കണം. ഒരു ഷീറ്റും കൂടി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പിന്നെ എമർജൻസി വേണമെങ്കിൽ ഈ ഒരു ഷീറ്റും കൂടി ഉണ്ട്. ഇതും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തൽക്കാലം ഇതുണ്ടല്ലോ. ഇത് രാവിലെ ആയിരുന്നെങ്കിൽ കെട്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയത് രാത്രിയല്ലേ, അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കുഴപ്പമില്ല, ഇത് കിടക്കട്ടെ, ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. അപ്പോൾ ഉറങ്ങാനുള്ള പരിപാടി നോക്കാം കേട്ടോ. മഴ കുറച്ച് നിന്നിട്ടുണ്ട്, മഴ പെയ്യുന്നില്ല, എല്ലാം സ്റ്റോപ്പായിട്ടുണ്ട്. പക്ഷേ ഈ ഷീറ്റ് വിരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് നമ്മളെ സെറ്റപ്പ് കേട്ടോ. ഹാമക്കിൻ്റെ അകത്താണുള്ളത്. ഞാൻ കാണിച്ചു തരാം, കിടന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ. എന്താ, അഥവാ മഴ പെയ്യുകയാണെങ്കിൽ, മഴ പെയ്തിട്ടില്ലെങ്കിലും പെയ്താലും ഞാൻ ഈ ഷീറ്റ് ഇതേപോലെ കവർ ചെയ്യും. കവർ ചെയ്ത് കഴിഞ്ഞാൽ മഴ കൊള്ളില്ല. ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. പിന്നെ ടെൻ്റ് എടുത്താൽ മതിയായിരുന്നു, പക്ഷേ ടെൻ്റ് കൊണ്ടുവന്നിട്ടില്ല. ഇനി പെട്ടെന്ന് ഉള്ളൊരു വരവായതുകൊണ്ട് ടെൻ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുക. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കണം. എന്തായാലും ഈ ക്യാമ്പിങ്ങിന് ടെൻറ്റ് കയ്യിലില്ല. പിന്നെ അവരെ കയ്യിൽ ടെൻറ്റ് ഉണ്ടല്ലോ. അഥവാ അത്യാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ ടെൻറ്റിനകത്ത് തന്നെ കയറി സേഫ് ആവാം. പിന്നെ എനിക്കിങ്ങനെ ഒറ്റക്ക് ക്യാമ്പ് ചെയ്തിട്ട ശീലം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഹാമക്ക് കെട്ടി കിടക്കുന്നത്. പിന്നെ ആ ടെൻറ്റിനകത്ത് എന്താ പറയുക, ഒതുങ്ങിക്കൂടി കിടക്കാൻ പറ്റില്ല. ചെറിയ ടെൻറ്റാണ്. അപ്പോൾ ശരി, ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ രാത്രി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 മണിയായി കാണും. 2 മണി 2:15. അപ്പോൾ ഇനി വൈകിക്കുന്നില്ല. എൻ്റെ മേത്തൊക്കെ ഇങ്ങനെ പുക പോവാണ് കേട്ടോ.
ആ ഹീറ്റ്. പിന്നെ എന്നാൽ ശരി, ഗുഡ് നൈറ്റ്.